ഹായ്. ഉത്സവ് രാജീവ്സ്, ഫഹദ് നന്ദു എന്നിവർ എഴുതി സംവിധാനം ചെയ്ത് 2025 ഭാഷ ഹാസ്യ നാടക ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് പരിവാർ. ഈ സിനിമയിൽ ജഗദീഷ്, ഇന്ദ്രൻസ്, രാജേന്ദ്രൻ, അലക്സാണ്ടർ പ്രശാന്ത് എന്നിവരാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവരെ കൂടാതെ ഉണ്ണി നായർ, സോഹൻ സിനുലാൽ, പ്രമോദ് വെളിയനാട്, അശ്വൻ ലാൽ, ഉണ്ണിമായ നാൽപ്പാടം എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളായിട്ടും അഭിനയിച്ചിട്ടുള്ളത്. ഇനി ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അത്യാവശ്യം കണ്ടിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവിയെ തന്നെയാണ് പരിവാർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ബോറടിയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കോമഡീസും ചെറിയ രീതിയിലുള്ള ഒരു ഇമോഷൻസും പിന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫേസിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പരിവാർ എന്ന് പറയുന്ന ഈ ഒരു മൂവി. ഇതിന്റെ കഥ വളരെ സിമ്പിളാണ്. അതായത് ഇതിലെ ജഗദീഷിന്റെയും ഇന്ദ്രൻസിന്റെയും അതേപോലെ രാജേന്ദ്രൻ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളുടെ അച്ഛനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ കൂടെ എന്താ പറയുക ജോലി ചെയ്തിരുന്ന ഒരു ആളാണ്. അപ്പോ അവര് ഒരു സമ്മാനമായിട്ടൊരു മോതിരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മോതിരം ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ സിനിമയുടെ എന്താ പറയുക ഉള്ളടക്കം എന്ന് പറയുന്നത്. അതില് വേറൊരു ടിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങേര് 2 കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അതിലെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായിരുന്ന പയ്യനാണ് ഇന്ദ്രൻസ്. രണ്ടാമത്തേല് ജഗദീഷും പിന്നെ രാജേന്ദ്രൻ പിന്നെ വേറൊരു പയ്യൻ കൂടി ഉണ്ട്. അങ്ങനെ 3 ആൾക്കാർ. അപ്പോ ഇതിലെ ഈ രണ്ടാമത് കല്യാണം കഴിച്ചതിലെ ഏറ്റവും ഇളയവനാണ് അച്ഛനെ നോക്കുന്നത്. അച്ഛനാണെങ്കിൽ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അതായത് ബ്രീത്തിങ് എല്ലാം ശരിയാവാതെ കിടക്കുകയാണ്. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ബാക്കിയുള്ള ചേട്ടന്മാരെ വിളിച്ചു പറയുന്നു. അങ്ങനെ ജഗദീഷും അതായത് ഇവന്റെ 2 ചേട്ടന്മാരും തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് പിന്നീട് ഈ അച്ഛന്റെ മരണത്തെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ചത്താലും ചത്തില്ലെങ്കിലും ഞാൻ കുഴിച്ചിടുമെന്ന് പറയുന്ന രീതിയിലാണ് പിന്നീട് അതിന്റെ സിനിമ പോകുന്നത്. അപ്പോ ഇതിന്റെ ശരിക്കുള്ള ഒരു ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലാണ് അച്ഛന്റെ വീട്ടിലുള്ള മോതിരം ഇവർക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ജഗദീഷ് ഓൾറെഡി ഒരു തമിഴനെ കണ്ടിട്ട് ആ ഒരു മോതിരം കൊടുക്കാനായിട്ടുള്ള രീതിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവൻക്കാണ് ഈ മോതിരം, ജഗദീഷിനാണ് ഈ മോതിരം വേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഇടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ മരിച്ചിട്ടില്ല. അച്ഛൻ എപ്പോൾ മരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛന്റെ അനിയനായ ഒരു ജോത്സ്യനാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് പുലർച്ചെ അദ്ദേഹം മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, ദഹിപ്പിക്കാനാണെങ്കിൽ മരം വെട്ടുന്നു, അതേപോലെ പന്തലിടുന്നു, അങ്ങനെയുള്ള ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ മരിക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ 2 മക്കളും കൂടിയിട്ട് ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാതിരിക്കുന്ന 2 മക്കൾ വേറെ ഉണ്ട്. ഒന്ന് ഇന്ദ്രൻസും പിന്നെ രണ്ടാമത്തേൽ ഉണ്ടാവുന്ന ഏറ്റവും താഴെയുള്ള പയ്യനും. അവനാണെങ്കിൽ ഓൾറെഡി അവിടെ ഒരു പ്രണയവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഥയുടെ കൂടെ തന്നെ ഒരു പ്രണയവും മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഈ ഇവരെ അച്ഛൻ മരിക്കുന്നുണ്ട്. ആ അച്ഛൻ മരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതില് ജഗദീഷിന്റെ അനിയന്റെ ക്യാരക്ടറിൽ ഒരു കൊച്ചുണ്ട്. അവൻ ഈ അച്ഛന്റെ മുഖത്തുള്ള ഈ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവത്തെ കൂട്ടിവെച്ച സമയത്ത് ഇദ്ദേഹത്തിന് ഈ അച്ഛൻ കഥാപാത്രത്തിന് ശ്വാസം ഭയങ്കരമായിട്ട് കിട്ടുകയും അയാള് അങ്ങനെയാണ് മരിക്കുന്നത്. അങ്ങനെ മരണശേഷം ഈ ഒരു മോതിരം എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. അതായത് വിരലിൽ നിന്നും ഈ മോതിരം എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തെ ദഹിപ്പിക്കുകയാണ്. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ എന്താ പറയാ വൈരമാണെങ്കിൽ കത്തിപ്പോവില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ദഹിപ്പിക്കുന്നു. അങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവര് ഈ ഒരു അസ്ഥി പറക്കുന്ന സമയത്ത് ഈ മോതിരം കിട്ടുന്നില്ല. അങ്ങനെ 2 പേരും തമ്മിൽ, അതായത് ഏട്ടനും അനിയനും തമ്മിൽ ഇടിയാവുന്നുണ്ട്. ഇടിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഈ ദഹിപ്പിച്ച ഈ എല്ല് ഒരു ഇതിലാക്കുമല്ലോ, ഒരു കുടത്തിലാക്കുമല്ലോ, അതിലുണ്ടാവും പറഞ്ഞിട്ട് അതും തപ്പി നോക്കുന്നുണ്ട്. അതിലൊന്നും ഈ സംഭവം കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ ഓക്കെ പോട്ടെ, എല്ലാം പോട്ടെ എന്നുള്ള രീതിയിൽ ഈ അച്ഛന്റെ ചിതാഭസ്മം എല്ലാ മക്കളും കൂടിയിട്ട് ലാസ്റ്റ് ഒഴുക്കുകയാണ്, കടലിൽ കൊണ്ടുപോയി ഒഴുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവരെല്ലാവരും ഓക്കെ ആവുന്നുണ്ട്. ഈ പറഞ്ഞ ഈ 4 മക്കളും ഈ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കീരിയും പാമ്പും എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിലും ലാസ്റ്റ് സമയമായപ്പോൾ എല്ലാവരും ഒന്ന് ഒത്തൊരുമയോടെ വരുന്നുണ്ട്.
അങ്ങനെ ആ ഒരു ഒത്തൊരുമയോടെ വന്ന് ഇരിക്കുന്ന സമയത്താണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇതിൽ ഏറ്റവും താഴെയുള്ളവന് ഒരു പ്രണയം ഉണ്ടാവുന്നല്ലോ. അപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് ഈ പെങ്കൊച്ചുള്ളത്. ആ പെങ്കൊച്ചു ഓൾറെഡി ഗർഭിണിയായിട്ടുണ്ടാവും. അതിന് ഇവരുടെ അച്ഛൻ വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മോളെ നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതും ഒരു ട്വിസ്റ്റാണ്. അതിനുശേഷം ഇവരെല്ലാരും ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതിൽ വരുന്നത്. അതായത് 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇന്ദ്രൻസ് ഈ അച്ഛന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ഇവര് കൊടുക്കാൻ ഉദ്ദേശിച്ച അതേ തമിഴന് തന്നെ സംഭവം കൊടുത്ത് മാസം മാസം ഗഡുക്കളായിട്ട് പൈസ മേടിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കോമഡി ഉണ്ട്, രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബോറടി ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല 2 മണിക്കൂറിനടുത്ത് ഈ സിനിമ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ബോറടിയോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജഗദീഷിന്റെ ഭാര്യ ആണെങ്കിലും മറ്റ് നടന്മാരുടെ ഭാര്യയായിട്ടുള്ള അഭിനയിച്ചവരാണെങ്കിലും, പിന്നെ അതില് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ഒരു ചേച്ചിയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിക്ക് കുറച്ച് സീനും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമായിട്ട് തന്നെ സിനിമ എടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്താ പറയാ, ഒരുപാട് നെഗറ്റീവോ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പറയാനില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പരിവാർ എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.